ത്രിയേക ദൈവത്തിന് സ്തുതി. ഇന്ന് വലിയ നോമ്പിൻ്റെ 28-ാമത്തെ ദിനം. കാൽവറിയിലേക്കുള്ളതായ നമ്മുടെ യാത്രയുടെ 28-ാമത്തെ ചവിട്ടുപടിയും നാം ചവിട്ടിക്കഴിഞ്ഞു. ഇനിയും നമ്മുടെ യാത്രകൾ തീരുവാനായിട്ടുണ്ട്. ഇനിയുള്ളതായ യാത്രകൾ ശരിക്കും നമ്മെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിനെ മുൻനിർത്തിയുള്ളതായ യാത്രകളാണ്. ദൈവവചനാടിസ്ഥാനത്തിൽ ചെയ്യേണ്ടുന്നതായ യാത്രകളാണ്. നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ മുറ്റുമായി സമർപ്പിച്ചുകൊണ്ട് ഒരു സമർപ്പണത്തിൻ്റെതായ യാത്രകൾ നാം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി തിരഞ്ഞെടുത്ത വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യം. അവൻ വളരണം, ഞാനോ കുറയണം എന്ന് ഉത്തരം പറഞ്ഞു. വലിയ നോമ്പിൻ്റെ 28-ാമത്തെ ദിനം നാം പ്രവേശിക്കുമ്പോൾ യോഹന്നാൻ സ്നാപകൻ പറയുന്നതായ ഈ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ എന്നും പ്രാബല്യത്തിൽ വരുത്തേണ്ടതാണ്. അവൻ വളരണം, ഞാനോ കുറയണം. ഈ വാക്കുകൾ യോഹന്നാൻ സ്നാപകൻ തൻ്റെ ശിഷ്യന്മാർ യേശുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ യോഹന്നാൻ അസൂയയോ മത്സരമോ കാണിച്ചില്ല. പകരം അവൻ വളരെ വിനയത്തോടെ അവരോട് പറഞ്ഞു, അവൻ വളരണം, ഞാനോ കുറയണം. ഇത് വലിയ നോമ്പിൻ്റെ ആത്മാവിനെ വളരെ വ്യക്തമാക്കുന്നതായ വാക്കുകളാണ്. മനുഷ്യ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ എന്ന വാക്കാണ് മുൻപിൽ വരുന്നത്. എൻ്റെ മഹത്വം, എൻ്റെ അഭിപ്രായം, എൻ്റെ സ്ഥാനം, എൻ്റെ വിജയം. എന്നാൽ ആത്മീയ ജീവിതത്തിൻ്റെ വഴി അതിന് വിരുദ്ധമാണ്. ദൈവത്തോട് അടുത്തു പോകുന്നവർ സ്വയം ഉയരാൻ ശ്രമിക്കില്ല. പകരം ക്രിസ്തുവിനെ ഉയർത്തുവാനായിട്ട് ശ്രമിക്കും. ഈ വലിയ നോമ്പ് നമ്മെ ഞാൻ എന്ന അഹങ്കാരത്തിൽ നിന്ന് മോചിപ്പിച്ച് ക്രിസ്തു കേന്ദ്രമായ ജീവിതത്തിലേക്ക് നയിക്കുന്നു. എൻ്റെ ഇഷ്ടത്തിന് പകരം അവൻ്റെ ഇഷ്ടം, എൻ്റെ മഹത്വത്തിന് പകരം അവൻ്റെ മഹത്വം, എൻ്റെ ശബ്ദത്തിന് പകരം അവൻ്റെ ശബ്ദം. യോഹന്നാൻ സ്നാപകൻ തൻ്റെ ദൗത്യത്തെ മനസ്സിലാക്കി. അവൻ വെളിച്ചമല്ല, വെളിച്ചത്തിലേക്കുള്ളതായ സാക്ഷ്യമാണ്. പ്രിയരെ, അതുപോലെ നാം ക്രിസ്തുവിനെ കാണിക്കുന്നതായ ജീവിതം ജീവിക്കേണ്ടവരാണ്. ഈ മഹാനോമ്പിൽ അല്ലെങ്കിൽ വലിയ നോമ്പിൽ നമ്മുടെ ഹൃദയത്തിൽ ഒരു പ്രാർത്ഥന ഉയരണം. കർത്താവേ, നീ എൻ്റെ ജീവിതത്തിൽ കൂടുതൽ വ്യക്തമായിരിക്കണമേ. എൻ്റെ അഹങ്കാരം കുറയണമേ. നിന്നെ മുൻനിർത്തി ജീവിക്കുവാൻ, വെളിച്ചത്തിലേക്ക് നയിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, എൻ്റെ അഹങ്കാരവും എൻ്റെ സ്വാർത്ഥതയും അവിടുന്ന് നീക്കണമേ. നീ എൻ്റെ ജീവിതത്തിൽ വളരുവാനും എൻ്റെ ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും പ്രത്യക്ഷമാകുവാനും എനിക്ക് കൃപ തരണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹത്തോടെ ജോയൽ അച്ഛൻ.